ഹലോ ഹായ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ PCOD അല്ലെങ്കിൽ PCOS എങ്ങനെ മാറ്റി, ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞാൻ മാറ്റിയത്, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നേ. ഒരുപാട് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഇതിനു മുമ്പ് ഞാൻ കുറേ പ്രഗ്നൻസി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അതായത് എനിക്ക് 5 ഇയർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ഒക്കെ ആയത്. അപ്പം അത് കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പ്ലേലിസ്റ്റിൻ്റെ അകത്ത് വീഡിയോസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ 2026 പ്രഡിക്ഷനൊക്കെ, അങ്ങനത്തെ ഇനി വരാൻ പോകുന്ന നമുക്ക് എന്തൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ ഈ PCODയുടെ കാര്യം പറയാൻ വേണ്ടി വന്നത്, അതായത് ഞാൻ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയിട്ടാണ് എനിക്ക് PCOD കുറഞ്ഞത് കേട്ടോ. അതിൻ്റെ ഒരു സ്റ്റോറി കേട്ടോ. അതായത് PCOD എന്ന് പറയുന്നൊരു കാര്യം നമുക്കിപ്പോൾ എല്ലാവർക്കും വരുന്നുണ്ട്. ഒട്ടുമിക്ക പെൺപിള്ളേർക്കും ഉണ്ട് ഇപ്പോൾ PCOD അല്ലെങ്കിൽ PCOS, രണ്ടും സെയിം തന്നെയാണ്. അതിന് വണ്ണം ഉള്ളവർക്ക് മാത്രമേ PCOD അല്ലെങ്കിൽ PCOS ഉണ്ടാകുന്നൊന്നുമില്ല കേട്ടോ. മെലിഞ്ഞവർക്കും ഉണ്ടാകാം. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് PCOD അല്ലെങ്കിൽ PCOS. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നേരത്തെ ഒന്നുമില്ലായിരുന്നു. പക്ഷേ മാരേജ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് PCOD വരാൻ തുടങ്ങിയത് കേട്ടോ. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ PCOD സ്റ്റാർട്ട് ചെയ്തു. PCOD വരാനുള്ള മെയിൻ റീസൺസ് ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ്. PCODക്ക് പറയുന്ന പേരാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണെന്ന് അവർ പറഞ്ഞു. കാരണം നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് നമ്മുടെ ഫുഡിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതും കൊണ്ടൊക്കെയാണ് ഈ PCOD വന്നത് എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ടൈമിൽ, ഡിഗ്രി അല്ല PGക്ക് പഠിക്കുന്ന ടൈമിൽ ഞാൻ കൂടുതലും ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു അന്ന്. ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ഫുഡ്, അതായത് അത്യാവശ്യം നല്ല കോളേജ് ഹോസ്റ്റലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമായിരുന്നേ. അതായത് വീക്കിലൊക്കെ ബിരിയാണി, നെയ്ച്ചോറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് ബിരിയാണി ലവറാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ. ഞാൻ ഇതൊക്കെ നമ്മൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊന്നും അപ്പോൾ കിട്ടത്തില്ലല്ലോ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ആഴ്ച ഒരിക്കലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബിരിയാണിയൊക്കെ വരുന്നത്. നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ബിരിയാണിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നന്നായിട്ട് കഴിക്കുകയും ചെയ്യാൻ. പിന്നെ ഈ ഫ്രണ്ട്സൊക്കെ കൂടിപ്പോയി ക്യാൻറ്റീനിൽ നിന്നൊക്കെ ഫുഡ് അടിക്കും. അതുപോലെ തന്നെ മറ്റേ സ്നാക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കഴിക്കും. കാരണം കൺട്രോളിങ് ഒന്നും ഇല്ലല്ലോ. ആരുടെയൊക്കെ കൂടെ പോകും, അത് ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ക്യാൻറ്റീനിൽ പോകണേ ആ പുറകെ പോയിട്ട് അപ്പം ഇരുന്ന് കഴിക്കും. അതായിരുന്നു മെയിൻ പരിപാടി. അങ്ങനെയാണ് വണ്ണം വെച്ചു. അതായത് വണ്ണം വെച്ചെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ വണ്ണമില്ലായിരുന്നു കേട്ടോ. പിന്നെ കല്യാണമൊക്കെ കല്യാണം കഴിയുമ്പോൾ മെയിൻ പ്രശ്നം നമ്മുടെ ഹോർമോൺ ഒക്കെ ചേഞ്ച് ആവും. ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞൊരു പ്രശ്നം നമുക്ക് വരും, ഒട്ടുമിക്ക പേർക്കും വരും. അപ്പോഴത്തേന് ആ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോഴാണ് നമ്മുടെ പീരീഡ്സും കാര്യങ്ങളൊക്കെ ഇറഗുലർ ആകുന്നത് കേട്ടോ. ഇറഗുലർ ആകുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രഗ്നൻസി ഡിലേ ആകും. പ്രഗ്നൻസി ഒക്കെ ഡിലേ ആകാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. PCOD വന്നാലുള്ള മെയിൻ പ്രശ്നം അതാണ്. പക്ഷേ ചില ആൾക്കാർക്ക് PCOD വന്നാലും പ്രഗ്നൻ്റ് ആകുന്നവരും ഉണ്ട് കേട്ടോ. അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെയുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെയൊക്കെ കേസ് നേരെ തിരിച്ചായിരുന്നു. അതായത് PCOD ഉള്ളത് കൊണ്ട് പ്രഗ്നൻസി ഡിലേ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, PCOD എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ, നമ്മുടെ യൂട്രസിൻ്റെ അകത്ത് ചെറിയ ചെറിയ സിസ്റ്റുകൾ ഉണ്ടായിരിക്കും, ചെറിയ ചെറിയ മുഴകൾ. അത് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക്, എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്, ക്യാരിങ് ആവത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു പിന്നെ പീരീഡ്സ് ആവണമെങ്കിലും ഈ PCOD എന്ന് പറയുന്ന സംഭവം മാറണം. ഇത് മാറാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് കുറേ ഹോസ്പിറ്റലുകളിൽ പോയി, ഒരുപാട് ഇംഗ്ലീഷ് മരുന്നുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിച്ചു കേട്ടോ. പിന്നെ എന്നിട്ടൊന്നും ഇതൊന്നും മാറുന്നില്ല. അതായത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇത് ഒന്ന് ഒതുങ്ങും, എന്നിട്ട് പീരീഡ്സ് ഒക്കെ ആവും. പക്ഷെ പിന്നെ അത് വീണ്ടും നമ്മുടെ ശരീരത്തേക്ക് വീണ്ടും വരും. വീണ്ടും പീരീഡ്സ് ആവത്തില്ല. പിന്നെ വണ്ണം വെക്കും, നമുക്ക് നന്നായിട്ട് വണ്ണം വെക്കും. പിന്നെ പീരീഡ്സ് ആവത്തില്ല, ക്ഷീണം, തളർച്ച, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോഴത്തേനും അവർ എന്നോട് കൂടുതലായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ടാണ് പറഞ്ഞത് ഫസ്റ്റ്.
അതായത് നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം, പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം. സ്ട്രെസ്സ് കുറയ്ക്കണം, ദിവസവും നടക്കാൻ പോകണം, ദിവസവും വർക്കൗട്ട് ചെയ്യണം. പിന്നെ ഫുഡിൻ്റെ കാര്യം കൂടുതൽ ഇലക്കറികൾ കഴിക്കണം, വെജിറ്റബിൾസ് കഴിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വറുത്തതും പൊരിച്ചതും എല്ലാം സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ചിക്കൻ ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക. ഫുള്ള് സ്റ്റോപ്പ് ചെയ്യാതെ എല്ലാം ഒന്ന് സ്നാക്ക്. ഞാനാണെങ്കിൽ നമ്മുടെ കപ്പ വറുത്തതും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് ഫുൾ ഈ എണ്ണ പലഹാരങ്ങളും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അതുപോലെ ഐസ്ക്രീംസ് എല്ലാം കഴിക്കും, ഫ്രൂട്ട് സലാഡ് ഇതെല്ലാം കഴിക്കുന്ന ആളായിരുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് ജങ്ക് ഫുഡ്സ് കഴിച്ചാൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതായത് നിങ്ങൾ ഓർത്തോണം, ഒരു 4 വർഷം ഞാൻ ഇതിൻ്റെ പുറകെ നടന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട PCODക്ക് ഞാൻ പോകാത്തതായിട്ട് ഹോസ്പിറ്റലുകളില്ല. പക്ഷേ ഇംഗ്ലീഷ് മരുന്ന് ചുമ്മാ ഈ വാര വലിച്ച് കഴിക്കുന്നതല്ലാതെ എനിക്ക് വലിയ കുറവൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞിരുന്നു ലാപ്രോസ്കോപ്പി ചെയ്യാനായിട്ട് PCOD മാറാൻ വേണ്ടി. അപ്പം ഞാൻ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. അതായത് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നതൊക്കെ എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കുന്നത് തന്നെ ഭയങ്കര പേടിയാവുമായിരുന്നു. കാരണം എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ പ്രഗ്നൻസിയുടെ ഇതിനൊക്കെ സമയത്ത് ഞാൻ 2 തവണ ലാപ്രോസ്കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, മനസ്സിലാവും കേട്ടോ വീഡിയോ. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തു, അതായത് നമ്മുടെ ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് കഴിച്ച് നമ്മൾ മടുത്തു, അത് ആയുർവേദത്തിലൊന്ന് പോകാമെന്ന് കരുതി. അപ്പം ഞങ്ങൾക്കറിയാവുന്നൊരു ഹോസ്പിറ്റലാണ്, പൈകിയലായിരുന്നു ആ ഹോസ്പിറ്റലിൽ വരുന്നത്. പ്രോപ്പർ പൈകിയല്ല, ഈ കോട്ടയംകാരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ പാലക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാലാ, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി ഈ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ മനസ്സിലാവും കേട്ടോ. കാരണം ഇടമറ്റം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നമ്മുടെ കടുവ സിനിമയുടെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്ന നടത്തിയൊക്കെ സ്ഥലം. അപ്പം ഇടമറ്റം ഒരു ഹോസ്പിറ്റലിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഒരു ആയുർവേദ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം അവിടുത്തെ ഡോക്ടറെയാണ് കണ്ടത്, ക്ലിനിക്കായിരുന്നു. അപ്പം ഡോക്ടർ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേന് അവളാണ് എന്നോട് പറഞ്ഞത് അവൾക്ക് അങ്ങനെ പോയിട്ട് നല്ല മാറ്റം ഉണ്ടായി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഥ്യമൊന്നും, കുറച്ച് പഥ്യം, അങ്ങനത്തെ പഥ്യമല്ല. അതായത് ഫ്രൈഡ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ പാടില്ല, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഒരു സാധനങ്ങളും പറ്റത്തില്ല. പിന്നെ കഷായം കുടിക്കണം, കഷായം ഗുളികയുണ്ട് കേട്ടോ. പക്ഷെ കഷായത്തിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കയ്പ്പാണ്, കുറച്ച് കഷ്ടപ്പാടാണ് കുടിക്കാനായിട്ട്. പിന്നെ കഷായ ഗുളികയും അത് കഴിക്കണം. പിന്നെ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും വേണം കേട്ടോ. അതായത് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, ഡോക്ടർ പറഞ്ഞത്. അതായത് നമ്മൾ ഈ ചിക്കനൊക്കെ ആണെങ്കിൽ കറി വെച്ച് കഴിക്കാം, മീനും കറി വെച്ച് കഴിക്കാം. പക്ഷെ ഒരുപാടൊന്നും കഴിക്കാം, എല്ലാം ലിമിറ്റ് ചെയ്ത് കഴിക്കുക, ഒരുപാടൊന്നും പാടില്ല. പിന്നെ മധുരവും ഒരുപാടൊന്നും പാടില്ല, മിതമായിട്ടുള്ള രീതിയിലെല്ലാം കഴിക്കുക കേട്ടോ. അത്രേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ആദ്യമൊക്കെ കേട്ടപ്പോൾ എന്തോ പോലെ, കാരണം എന്ന് വെച്ചാൽ ഈ ഫ്രൈഡ് ഐറ്റംസ് എല്ലാം മറ്റേ സ്നാക്ക് ഒന്നും പാടില്ല, സ്നാക്ക് ഐറ്റംസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. പിന്നെ പുള്ളി പറഞ്ഞത് നമുക്ക് വർക്കൗട്ട് ചെയ്യണം, അതുപോലെ തന്നെ നടക്കണം. ദിവസവും ഞാൻ രാവിലെ നടക്കാൻ പോകുമായിരുന്നു, വർക്കൗട്ട് ചെയ്യുമായിരുന്നു, ഇതൊക്കെ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുമായിരുന്നു, വെജിറ്റബിൾസ് കഴിക്കുമായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. അപ്പം മരുന്ന് മാത്രം പോരാ, നമ്മൾ ഈ ഫുഡും അതുപോലെ തന്നെ എക്സസൈസ് മസ്റ്റായിരുന്നു, നടക്കണം, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് പോകത്തുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ 3-4 മാസം കഴിച്ചെന്ന് ചോദിച്ചത്, അത് 3-4 കേട്ടോ, കുറേ മാസം, ഒരു 5-8 മാസം കഴിച്ച് കാണും എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഇപ്പം കുറേ വർഷം ആയതുകൊണ്ട് ഞാൻ മറന്നുപോയി. അപ്പം ഒരു 5-6 മാസം അത്രയും കഴിച്ച് കാണും. അപ്പോൾ അത്രയും ടൈം കഴിച്ചു ആ മരുന്ന്. എങ്ങനെയാണെങ്കിലും നിങ്ങൾ 1 വർഷം ഒന്ന് ഇതിനു വേണ്ടി നോക്കുക കേട്ടോ. അപ്പം മരുന്നെല്ലാം കഴിച്ചതിന് ശേഷം പീരീഡ്സായി. അങ്ങനെ കറക്റ്റായിട്ട് പിന്നെ പീരീഡ്സായി പോയി. അപ്പം സിസ്റ്റും കാര്യങ്ങളും എല്ലാം കുറഞ്ഞു. സ്കാൻ ചെയ്യുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ സിസ്റ്റും കാര്യങ്ങളൊക്കെ പോയി. അങ്ങനെ PCOD എൻ്റെ പൂർണ്ണമായിട്ടും പോയി കേട്ടോ. അതായത് ഇനിയും വരത്തില്ല എന്ന് ഞാൻ നല്ല പറയുന്നത്, പക്ഷേ എൻ്റെ പ്രഗ്നൻസിക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയപ്പോഴത്തേന് PCOD എന്ന് പറഞ്ഞൊരു സാധനം എനിക്കില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ പെട്ടെന്ന് ഈസി ആയിരുന്നു. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചില ആൾക്കാർക്ക് ചിലപ്പോൾ PCOD ഒരു പ്രോബ്ലമേ അല്ല. കാരണം ചിലർക്ക് ഈസിയായിട്ട് പ്രഗ്നൻ്റ് ആവുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല.
ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ചെറിയ പിള്ളേർക്കാണെങ്കിൽ ഇപ്പോൾ PCOD വരുന്നുണ്ട്. ഇപ്പം ഇപ്പോൾ 10ൽ പഠിക്കുന്ന പിള്ളേർക്കും +2 പഠിക്കുന്ന പിള്ളേർക്കും ഒക്കെ ഉണ്ട് ഇപ്പോൾ PCODയും കാര്യങ്ങളൊക്കെ. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം. നമ്മൾ അധികം ഹാർഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോവുക, തിരിച്ചു വരിക, അങ്ങനത്തെ ഒരു ലേസി ലൈഫ് സ്റ്റൈലാണല്ലോ ഇപ്പം കണ്ടുവരുന്ന ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. കൂടുതൽ നമ്മൾ ഫോൺ അഡിക്റ്റ് ആണ്, സോഷ്യൽ മീഡിയാസ് അഡിക്റ്റ് ആണ്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാറില്ല. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെള്ളമൊക്കെ കുടിക്കുക. പിന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. എക്സസൈസ് മസ്റ്റായിട്ട് ദിവസവും ചെയ്യണം. പിന്നെ നടക്കാൻ പോകണം. ഇതൊക്കെ ചെയ്യാം. ജിമ്മിൽ പോകേണ്ടവർ ജിമ്മിൽ പോവുക. നമ്മൾ നമ്മുടെ ബോഡി നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം കേട്ടോ. എങ്കിലേ നമുക്ക് PCODയും PCOS ഒക്കെ വരാതിരിക്കത്തുള്ളൂ. പിന്നെ ഇത് നിങ്ങളുടെ പീരീഡ്സ് ഇറഗുലർ ആകുവാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണം കേട്ടോ. കാരണം അപ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. കാരണം ഇത് പുറമേ നോക്കി നമുക്ക് അറിയത്തില്ല. ഇപ്പം ഒരു മാസം നമുക്ക് പീരീഡ്സ് ഒക്കെ ലേറ്റ് ആയിട്ടായി, പിറ്റേ മാസം ലേറ്റ് ആയിട്ടായെങ്കിൽ നമ്മൾ 3ാമത്തെ മാസം എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും പോയി കാണണം. എങ്കിലേ നമുക്ക് അറിയത്തുള്ളൂ. എനിക്കും അങ്ങനെ ആദ്യമൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. കുറേ തവണ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പോയി കണ്ടതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് മരുന്നിനോട് ഞാൻ യോജിപ്പില്ല. കാരണം എനിക്ക് PCOD ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടൊന്നും മാറിയില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം ഇതാണ്. മെയിനായിട്ട് നിങ്ങൾ ആയുർവേദത്തിലോ ഹോമിയോയിലോ ഒക്കെ പോയി ഒന്ന് കണ്ടു നോക്ക്. എനിക്ക് ആയുർവേദമാണ് ഭരിച്ചത്. പിന്നെ എനിക്കധികം കോസ്റ്റും ആയിട്ടില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അത് മാറുകയും ചെയ്തു കേട്ടോ. അപ്പം അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് മടുത്തിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ആയുർവേദ ഹോസ്പിറ്റലിൽ പൊക്കോളൂ. ധൈര്യമായിട്ട് പോകാൻ പറ്റും. എൻ്റെ ഒരു ഇത് വെച്ച് അങ്ങനായിരുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനൊരു ടിപ്പായിട്ട് ഇത് ഷെയർ ചെയ്ത് തന്നാണ്. ഇനി PCOD ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഇന്നത്തെ കാലത്ത് മിക്കവർക്കും PCOD ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരു ടിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ടിപ്സ് ഷെയർ ചെയ്ത് തന്നാണ്. നിങ്ങൾ ആയുർവേദത്തിൽ പോവുക, നല്ല ഹോസ്പിറ്റൽ നോക്കി പോവുക. പോയിട്ട് ഇത് ട്രീറ്റ് ചെയ്താൽ മതി, എന്തായാലും മാറും. പിന്നെ ഈ ഹോസ്പിറ്റലിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മുടെ ഡോക്ടേഴ്സ് തന്നെ നമ്മളോട് പറയും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്താൽ ചിലപ്പോൾ ശരിയാവുമെന്ന്. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക, നടക്കുക, ഈ പറഞ്ഞ പോലെ വറുത്തതും പൊരിച്ചതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫുഡിലൊക്കെ ഒന്ന് കൺട്രോളൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ ഇങ്ങനത്തെ ഡിസീസസ് ഒന്നും നമുക്ക് ഒരിക്കലും വരത്തില്ല കേട്ടോ. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ വന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഈ ടിപ്പൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ PCOS ഒക്കെ പൊക്കോളും കേട്ടോ. ഇത്രയൊക്കെയുള്ളൂ പറയാനായിട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ കൂടാതെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.